നമസ്കാരം. ചാനലിലേക്ക് ആദ്യമായി എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 20-ാം ഭാഗം. വീട്ടിലെത്തുമ്പോൾ സുജാത ചീര വൃത്തിയാക്കി മുറിച്ച് തോരനുണ്ടാക്കി വെച്ചിരുന്നു. നർമ്മദ എത്തിയപ്പോൾ കയ്യിലൊരു തൂക്കുപാത്രവുമേന്തി സുജു തന്നെ നോക്കി നിൽക്കുകയാണ്. സുജു, നീ സ്കൂളിൽ പോകണ്ടാട്ടോ. സൈക്കിളിൽ പോയി ആശുപത്രിയിൽ കഞ്ഞി കൊടുക്ക്. ഞാൻ പോയി കാശിന്റെ കാര്യം നോക്കട്ടെ. ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടണില്ല. ഇനി വൈകണ്ട. ചന്ദ്രഹാസൻ മുതലാളിയുടെ മുഖമായിരുന്നു നർമ്മദയുടെ മനസ്സ് മുഴുവൻ. പൈസ കിട്ടും എന്ന ശുഭാപ്തി വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞത് സുജു അനുസരിച്ചു. ഇന്ന് താൻ പോയി കഞ്ഞി കൊടുക്കാം. സുജുവിന് 100 വട്ടം സമ്മതം. വേഗം സഞ്ചിയിൽ കഞ്ഞിയും കറിയും വെച്ച് സുജു ഇട്ടിരുന്ന വസ്ത്രം മാറ്റി പുറത്തേക്ക് ഇറങ്ങി. ആകെ നേരം വൈകിയല്ലോ, എന്നാലും സൈക്കിളിൽ പതുക്കെ പോയാൽ മതിട്ടോ സുജു. നർമ്മദ അവളോട് സൂക്ഷിച്ചു പോകാൻ സ്നേഹത്തോടെ പറഞ്ഞു. ഇനി നിന്ന് നേരം കളയാതെ വേഗം മുതലാളിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്കട്ടെ. കാശ് കുറച്ച് കിട്ടിയാൽ തൽക്കാലമെങ്കിലും ഒരു സമാധാനം. പക്ഷെ ഓപ്പറേഷൻ, അതിന് ശരിക്കും എന്ത് ചെയ്യും? ഓർത്തോർത്ത് അവൾ മൺകലങ്ങളുടെ എണ്ണ എടുത്തു. ആശുപത്രിയിൽ കഞ്ഞിയും കൊണ്ടുവന്ന സുജാതയുടെ പിറകിലേക്ക് അപ്പൻ നർമ്മദയെ നോക്കി. ഒപ്പം അമ്മയുടെയും കണ്ണുകൾ മകളെ തേടി. കാണാത്തതുകൊണ്ട് ആ അച്ഛന് മകളുടെ മനസ്സ് ഒഴിച്ചു. അവൾക്ക് തങ്ങളെ നോക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇന്ന് ഇങ്ങോട്ട് വന്ന രത്നാകറിന്റെ കാര്യത്തിൽ താൻ ഒരു തീരുമാനം അവളോട് അറിയിക്കാൻ പറയാം എന്നറിയാം. നർമ്മദ വന്നില്ലേ സുജുമോളെ? അമ്മ വിഷാദത്തോടെ അന്വേഷിച്ചു. ഇല്ല അമ്മ, ചേച്ചി വരും, വൈകിട്ട് വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പന്റെ മനസ്സിൽ പ്രയാസം തോന്നി. സുജാത കഞ്ഞിപ്പാത്രം പുറത്തെടുത്ത് വെച്ചിട്ട് കൺമണിയുടെ അടുത്തേക്കിരുന്നു. നിനക്ക് ക്ഷീണമുണ്ടോ കണ്ണേ? ഇല്ല ചേച്ചി. അവൾ എന്നിട്ട് അവിടെ എന്തെടുക്കാ? പണിയിലാണോ? അമ്മ ചോദിച്ചു. അല്ല അമ്മ, എവിടെയോ കുറച്ച് കാശ് ചോദിക്കാൻ പോകാണ് പറഞ്ഞത്. അറിയണ ആളാണെന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അപ്പന് വിഷമം കൂടി. പ്രായം തികഞ്ഞ പെണ്ണാണ്. കാശും കട ചോദിച്ചു തൊണ്ടാകാനാണ് പോകുന്നത്. പാവം കുട്ടി. അയാൾക്ക് ഹൃദയം നൊന്തു. പാവം പെണ്ണ്, അതിൻ്റെ ഒരു യോഗം. ദൈവം ഇങ്ങനെ നമ്മളെ ശിക്ഷിക്കണത് എന്തിനാണെന്ന് ആലോചിച്ചിട്ട് ഒരു ഒത്തുപിടി കിട്ടുന്നില്ല. അമ്മയുടെ വിഷമം കണ്ടുള്ള വിങ്ങിപ്പൊട്ടി കണ്ട് സുജു ആശ്വസിപ്പിച്ചു. ഇടയിൽ അപ്പയുടെ നേർക്ക് നോക്കി അവൾ രത്നാകറിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. ആ രത്നാകർ മുതലാളിക്ക് എന്തിൻ്റെ അസുഖ? പെണ്ണ് ചോദിച്ചു ഇങ്ങോട്ട് വന്നത്. അപ്പൊക്കെ നല്ല വർത്താനം പറയാറില്ലേ? അതെങ്ങനെയാ സുജു? അങ്ങേരുടെ ചോറ നമ്മൾ തിന്നേണ്ടത്. അറുത്ത് മുറിച്ച് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റൂ? വെറുതെ തിന്നണതല്ലോ. അപ്പം പണിയെടുത്തിട്ടല്ലേ? അന്തസ്സായി വേല ചെയ്ത് കിട്ടുന്ന കൂലിക്ക് നമ്മൾ ജീവിക്കാം. അതിന് അയാളെ തൊഴണോ? അപ്പൻ ഒന്നും മിണ്ടിയില്ല. അയാളുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലാണ്. 2 തരം ചിന്തകൾ അയാളുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്നു. അയാൾ പതുക്കെ സുജാതയെ വിളിച്ചു. മോളെ. എന്താ അപ്പ? പറയുന്നത് അനീതിയാണെന്നറിയാം, എന്നാലും നമ്മുടെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പോൾ കണ്ണു എങ്ങനെ നമ്മൾ കരകയറാനാ? രത്നാകരന് കാശിനോട് കുറച്ചൊക്കെ ആർത്തിയുള്ള മനുഷ്യനാണ്. നമുക്കതൊന്നും ആലോചിച്ചാലോ? അപ്പനിത് എന്തൊക്കെയാ പറയണേ? അയാൾക്കോ? അതിന് ചേച്ചി സമ്മതിക്കോ? അത് പോട്ടെ, നമുക്ക് പറ്റുമോ? രണ്ടുമില്ല. പക്ഷെ ഇതിങ്ങോട്ട് വന്ന സൗഭാഗ്യമാണ്. വേറെ വല്ല മാർഗമുണ്ടോ സുജു? അപ്പൻ്റെ മനസ്സിൽ ഇതേ തെളിഞ്ഞു വരണുള്ളൂ. അത് പിന്നെ അവസ്ഥ അറിയാം, എന്നാലും ഓർത്തു നോക്ക്. അയാൾക്ക് പ്രായം കൂടുതലാണ്, സമ്മതിച്ച്. എന്നാൽ അവൾക്ക് പരമാനന്ദ സുഖമായിരിക്കും. കൺമണി നീട്ടി നടക്കും. അമ്മയ്ക്ക് ഭേദമാകും, പട്ടിണി മാറും. അയാൾ നമ്മളെ സഹായിക്കും. അപ്പൻ പറയുന്നത് ഒക്കെ ശരിയാണ്. തനിക്ക് നന്നായി പഠിച്ച് ജോലി വാങ്ങാം. കൺമണിക്ക് ജീവിതം തിരിച്ചു കിട്ടും. എല്ലാം ചേച്ചിയുടെ കൈകളിലാണ്. സുജുവിനും മനസ്സാകെ എന്തോ വല്ലാത്ത പോലെയായി. അപ്പോൾ ത്രയം എന്ന തുടർക്കഥയുടെ 20-ാം ഭാഗം ഇവിടെ അവസാനിച്ചു. കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ത്രയത്തിൻ്റെ 21-ാം ഭാഗവുമായി അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും താങ്ക് യു.